ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്പേഴ്സിലെ അടുത്തൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ അഭിന്നകം ഏത്? ഓപ്ഷൻ എ 0.643, ഓപ്ഷൻ ബി 0.666 എക്സെട്ര, ഓപ്ഷൻ സി 0.6432 എക്സെട്ര, ഓപ്ഷൻ ഡി 0.6363 എക്സെട്ര. അപ്പം അഭിന്നകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഇറാഷണൽ നമ്പേഴ്സ് ഏതാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഭിന്നക സംഖ്യകളാണെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് ഭിന്നക സംഖ്യയെ തിരിക്കാം. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യ വന്നിട്ട് എന്ത് ചെയ്യും, അവസാനിക്കുന്നുണ്ടോ എന്ന് നോക്കുക. സംഖ്യ അവസാനിക്കുന്നുണ്ടെങ്കിൽ ആ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഭിന്നക സംഖ്യ ആയിരിക്കും, അല്ലെങ്കിൽ റാഷണൽ നമ്പർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 20/8 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 2.5 ആണ് അല്ലെ, 2.5 ആണ്. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ഡിവിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അവസാനിക്കുന്നുണ്ട് അല്ലെ. സോ 20/8 എന്ന് പറയുന്നത് ഏത് സംഖ്യയാണ്, ഭിന്നക സംഖ്യയാണ് എന്ന് പറയാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്. ഇനി സെക്കൻഡ് കേസ്, ഭിന്നക സംഖ്യ ആവണമെങ്കിൽ മറ്റൊരു കേസ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 10/3 ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ നോക്കിക്കേ, 3.333 എന്നിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് അല്ലെ. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, സംഖ്യ അവസാനിക്കുന്നില്ല. പക്ഷെ ഇവിടെ നോക്കേണ്ടത് ഇവിടെ സംഖ്യയിലെ അക്കങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു അക്കം എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലെ. 3 എന്ന് പറയുന്ന അക്കം എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുവാണ്. അപ്പൊ അങ്ങനെ കിട്ടുവാണെങ്കിലും ആ നമ്പർ എന്ത് നമ്പർ ആണെന്ന് പറയാം, ഭിന്നക സംഖ്യ ആണ് എന്ന് പറയാം. അപ്പൊ ഈ രണ്ട് കേസ് മനസ്സിലാക്കി വെക്കുക. ഇനി അഭിന്നകമാണെങ്കിൽ എന്താണ് നോക്കിക്കേ, അഭിന്നകത്തിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് അഭിന്നകവും ദശാംശം തന്നെയാണ് കിട്ടുന്നത്. അവിടെ ഡിവിഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് സംഖ്യ എന്ത് ചെയ്യില്ല, അവസാനിക്കില്ല. നോക്കി ഇവിടെ നോക്കി 1.41421 ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുവാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ സംഖ്യയിൽ അക്കങ്ങൾ എന്ത് ചെയ്യില്ല, ഒരേ ക്രമത്തിൽ എന്ത് ചെയ്യുന്നില്ല, ആവർത്തിക്കുന്നില്ല. അക്കങ്ങൾ ഇവിടെ ഒരേ ക്രമത്തിൽ ആവർത്തിക്കാതെയും കൂടി ഇരിക്കുവാണെങ്കിൽ അത് ഏത് സംഖ്യയാണെന്ന് പറയാം, അഭിന്നക സംഖ്യയാണ് എന്ന് പറയാം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്നതിൽ ഒരു ഡെസിമൽസും എന്ത് ചെയ്യുന്നില്ല, അവിടെ ഡിജിറ്റ്സുകൾ എന്ത് ചെയ്യുന്നില്ല, ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടോ ഒന്നും റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. ഓക്കെ അല്ലേ. അപ്പൊ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സംഖ്യ അവസാനിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ സംഖ്യ അവസാനിച്ചു കഴിഞ്ഞാൽ ഇത് ഏത് നമ്പറാണ്, ഭിന്നകമാണ്, റാഷണൽ ആണെന്ന് പറയാം. ഇനി ബി നോക്കിക്കഴിഞ്ഞാൽ 0.6666 എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കുവാണ് അല്ലെ. നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ 6 ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതും ഏത് നമ്പറാണ്, ഭിന്നകമാണ്, 6 ആണ്, റാഷണൽ നമ്പർ ആണെന്ന് പറയാം. ഇനി ഓപ്ഷൻ സി നോക്കിക്കഴിഞ്ഞാലോ 0.6432 ഡിഫറെന്റ് ആയിട്ടാണ് ഡിജിറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് അവസാനിക്കുന്നുണ്ടോ, ഇല്ല. അപ്പൊ അവസാനിക്കുന്നോ ഇല്ല, ആവർത്തിക്കുന്നോ ഇല്ല. അപ്പൊ ഇത് ഏത് സംഖ്യയാണ്, നമ്മുടെ അഭിന്നക സംഖ്യയാണ് എന്ന് മനസ്സിലാക്കുക. ഓപ്ഷൻ ഡി തന്നിരിക്കുന്ന 0.636363 ഇങ്ങനെ പോയി. ഇവിടെ ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, 63 എന്ന് പറയുന്ന ഗ്രൂപ്പ് റിപ്പീറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഏത് നമ്പർ തന്നെയാണ്, റാഷണൽ, ഭിന്നക സംഖ്യയാണ്. അപ്പൊ 3 ഭിന്നകമാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് നമുക്ക് ഇവിടെ ആവശ്യം. ആൻസർ ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു.